ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒരു ബുള്ളിഷ് സിനാരിയോയിൽ എങ്ങനെയാണ് ഐ എസ് എല്ലും എച്ച് എസ് എല്ലും ചെക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടു. അതേപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ. ഒരു ബെയറിഷ് സിനാരിയോയിൽ എങ്ങനെയാണ് നമ്മളിത് മാർക്ക് ചെയ്യേണ്ടത്, സോൺ മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബുള്ളിഷ് സിനാരിയോയിൽ എന്താണ് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് ബുള്ളിഷ് സിനാരിയോയിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കിയത്. പക്ഷെ ബെയറിഷ് സിനാരിയോയിലേക്ക് വരുമ്പോൾ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ പെർഫെക്റ്റ് എൻഗൾഫിംഗ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഒറ്റ ക്യാൻഡിൽ കൊണ്ട് ഇവിടെ എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒറ്റ ക്യാൻഡിൽ കൊണ്ട് എൻഗൾഫ് ചെയ്തപ്പോൾ ഈ എൻഗൾഫ് ചെയ്യപ്പെട്ട ക്യാൻഡില് പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ സോൺ. ഐ എസ് എൽ സോൺ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ജസ്റ്റ് കളർ ഒന്ന് മാറ്റട്ടെ. ഇത് തന്നെയായിരിക്കും നമ്മുടെ ഐ എസ് എൽ സോൺ. ഇനി അല്ല പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്, നെക്സ്റ്റ് ക്യാൻഡിലേക്ക് മൂവ് ചെയ്യണം. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഈ ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലായിട്ടുള്ള ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പെർഫെക്റ്റ് എൻഗൾഫ് ആയതുകൊണ്ട് ഒറ്റ ക്യാൻഡിൽ കൊണ്ട് എൻഗൾഫ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഐ എസ് എൽ ഉണ്ടാകും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഐ എസ് എൽ സോൺ. ഇനി നെക്സ്റ്റ് സിനാരിയോയിലേക്ക് പോകുമ്പോൾ ക്യു എം എൻഗൾഫ്. ക്യു എം എൻഗൾഫ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാൻഡിൽ കൊണ്ടാണ് എൻഗൾഫ് ഇവിടെ നടന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സിനാരിയോയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻഗൾഫ് ചെയ്യപ്പെട്ട ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഗ്രീൻ കളർ ക്യാൻഡിൽ, അത് പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ലോ മീൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മൾ സെൽ സെറ്റപ്പ് ആണ് നോക്കുന്നത്. അപ്പൊ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ സോൺ വരുന്നത്. ഐ എസ് എൽ സോൺ വരുന്നത് ഈ ഗ്രീൻ കളർ ക്യാൻഡിൽ തന്നെയായിരിക്കും. ഇനി സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിലേക്ക് മൂവ് ചെയ്യണം. നെക്സ്റ്റ് ക്യാൻഡിൽ ഏതാ, ഈ ക്യാൻഡില്, ഈ റെഡ് ക്യാൻഡില് പ്രീവിയസ് ക്യാൻഡിലായിട്ടുള്ള ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻ, നമുക്ക് രണ്ട് ക്യാൻഡിലേക്കാണ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ശേഷം ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടായിട്ട് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വാലിഡ് അല്ല. ഇത് ഐ എസ് എൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് 2 തവണയാണ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് പ്രീവിയസ് ക്യാൻഡിലായിട്ടുള്ള ഈ റെഡ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ലേ? ലോ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതായിരിക്കും നമ്മുടെ ഐ എസ് എൽ സോൺ. സോ പ്രൈസ് അഗൈൻ ഒന്ന് നേരെ ഇതിൻ്റെ അകത്തേക്ക് റീടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ സെൽ എൻട്രി എടുക്കാൻ പോകുന്നത്. നമുക്കിതൊന്ന് ചാർട്ടിൽ പോയിട്ട് നോക്കാം. അതിനു മുമ്പ് ബോഡി തന്നെ ബ്രേക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ഷാഡോ ബ്രേക്ക് ചെയ്താലും ഇത് ഐ എസ് എൽ സോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, നമുക്ക് ഇത് ചാർട്ടിൽ പോയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് 2 ബ്രേക്ക് ഔട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്, സെക്കൻഡ് ബ്രേക്ക് ഔട്ട് അല്ലേ? ഇവിടെ ഒരു ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഉണ്ട്, ദെൻ സെക്കൻഡ് ബ്രേക്ക് ഔട്ട്. ഹിന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് എടുത്താലും പ്രശ്നമല്ല. പക്ഷെ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന്, ഈ ഹൈ ഉണ്ടാക്കിയതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ ആയിരിക്കണം നമ്മൾ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ബ്രേക്ക് ഔട്ട് കിട്ടി. ഇനി ഇങ്ങനെ ബ്രേക്ക് ഔട്ട് എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് എടുത്താലും മതി. ഇത് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ആണ്. ഇത് സെക്കൻഡ് ബ്രേക്ക് ഔട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഇതും സെക്കൻഡ് ബ്രേക്ക് ഔട്ട് ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു ഡയറക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ, നമുക്ക് എൻട്രി സെറ്റപ്പ് വരണം എന്നുണ്ടെങ്കിൽ മിനിമം 2 ബ്രേക്ക് ഔട്ട് വേണം. ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഡയറക്ഷനിലേക്ക്. ഇപ്പൊ ബൈ സൈഡിലേക്ക് 2 ഡയറക്ഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, 2 ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബൈ എൻട്രി നോക്കാം. സെൽ സൈഡിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെൽ എൻട്രി നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 2 ബ്രേക്ക് ഔട്ട് കിട്ടി. ഇവിടെ എന്ത് തരത്തിലുള്ള എൻഗൾഫാണ് ഇവിടെ വന്നേക്കുന്നത്? പെർഫെക്റ്റ് എൻഗൾഫാണ് വന്നേക്കുന്നത് അല്ലെ? ഈ വൈറ്റ് ക്യാൻഡിലിനെ ഒറ്റ ക്യാൻഡിൽ കൊണ്ടാണ് ഇവിടെ എൻഗൾഫ് ചെയ്തേക്കുന്നത്. സോ നമ്മൾ ഐ എസ് എൽ കണ്ടുപിടിക്കണം. ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ എൻഗൾഫ് ചെയ്യപ്പെട്ട ക്യാൻഡിലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ?
ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ നമ്മൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് എൻഗൾഫ് ആണ് വന്നിട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും പ്രീവിയസ് ക്യാൻഡിലായിട്ടുള്ള ഈ വൈറ്റ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതായിരിക്കും, ഈ ഒരു സോൺ ആയിരിക്കും നമ്മുടെ ISL സോൺ വരുന്നത്. കണ്ടോ? ഇനി ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടി, ISL സോൺ കിട്ടി. ഇനി ഇവിടെ HSL ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതിനെ മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പോയി നോക്കാം. ഇവിടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം, ചെക്ക് ചെയ്യാം. കണ്ടോ? ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ നിന്ന് സപ്പോർട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സോൺ നല്ല പവർഫുൾ സോൺ ആണ്. പ്രീവിയസ് ആയിട്ട് ഇവിടെ നിന്ന് റെസിസ്റ്റൻസും നമുക്ക് മിനിമം 3 ടൈംസ് മതി കേട്ടോ. ഇവിടെ നിന്ന് സപ്പോർട്ടും എടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോ നമുക്ക് ഈ ഒരു സോണിലേക്ക് വരുമ്പോൾ സെല്ല് ചെയ്യാൻ പാടില്ലേ അല്ലെ? അവിടെ നിന്ന് ആണ് ഇപ്പൊ കറന്റ്ലി സെല്ല് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഈസിയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്. ബൈ.